നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ് ആണ്. ഒരു മെട്രിക്സിൻ്റെ നെഗറ്റീവ് എങ്ങനെ എഴുതാം എന്നാണ്. നോക്കിക്കേ, എ = 2 3 4 6 എന്ന് പറയുന്ന ഒരു 2/2 ഓർഡർ ഉള്ളൊരു മെട്രിക്സ് ആണ് എഴുതിയിരിക്കുന്നത്. അതിനെ ഞാനൊരു -1 നമ്മൾ പഠിച്ചു, മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കെയിലാർ പഠിച്ചു. സോ അതുപോലെ ഞാൻ -1 കൊണ്ട് ഈ എ എന്ന് പറയുന്ന മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്തെന്ന് കിട്ടും? -1 × a, അതായത് -1 × a എന്ന് പറഞ്ഞാൽ എന്തെന്ന് കിട്ടും? ഇതിനെ നമ്മൾ മൊത്തത്തിലൊരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ആ സ്കെയിലാർ കൊണ്ട് ഓരോ എലമെൻറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. സോ -1 × 2, -1 × 3, -1 × 4, -1 × 6. അപ്പോൾ എന്തെന്ന് കിട്ടും? -2, -3, -4, -6. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇത് -1 × a ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. സോ ഈ മൈനസ് എല്ലാത്തിൽ നിന്നും കോമൺ ആയിട്ട് വെളിയിലെടുക്കുമ്പം -2 3 4 6 എന്ന് കിട്ടും. ഇതെന്താ? a. സോ -a എന്ന് കിട്ടിയില്ലേ? അതായത് ഒരു മെട്രിക്സിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടിങ് മെട്രിക്സിനെയാണ് നമ്മൾ നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. നോക്കിക്കോ, ദ നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ് ഈസ് ഡിനോട്ടഡ് ബൈ -a. സോ -a എന്ന് പറഞ്ഞാൽ -1 × a ആയിരിക്കും. ഇതാണ് നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ്. ഇനി നമുക്ക് മെട്രിക്സ് അഡീഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാം. നമ്മൾ സെറ്റിനകത്തും ഒക്കെ പഠിച്ചു വരുന്ന, ഫസ്റ്റ് ഇയർ തൊട്ടേ പഠിച്ചു വരുന്ന കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. കമ്മ്യൂട്ടേറ്റീവ് ല, അസോസിയേറ്റീവ് ല, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്, അഡിറ്റീവ് ഐഡൻറ്റിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെയും പഠിക്കുന്നത്. ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് കമ്മ്യൂട്ടേറ്റീവ് ല. അപ്പോൾ എന്താണ് കമ്മ്യൂട്ടേറ്റീവ് ല എന്ന് നോക്കാം. കമ്മ്യൂട്ടേറ്റീവ് ല എന്ന് പറഞ്ഞാൽ രണ്ട് മെട്രിക്സ് എടുക്കുമ്പം a+bയും b+aയും സെയിം കിട്ടുവാണെങ്കിൽ അതിനെ കമ്മ്യൂട്ടേറ്റീവ് ല എന്ന് പറയും. നമുക്ക് നോക്കാം മെട്രിക്സ് അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന്. ഞാനൊരു മെട്രിക്സ് എടുത്തു, ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കാം. ഞാൻ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്തു, 1 2 3 4. അതൊരു 2/2 മെട്രിക്സ് ആണ്. ബി എന്ന് പറയുന്ന മെട്രിക്സ് 2 1 1 0. അതും 2/2 മെട്രിക്സ് ആണ്. കാരണം രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യണമെങ്കിൽ ഉറപ്പായും അതിൻ്റെ ഓർഡേഴ്സ് സെയിം ആയിരിക്കണം. സോ a+b എന്ത് കിട്ടും? ഈ 1ഉം ഈ 2ഉം കൂടെ കൂട്ടണം. സോ 1 + 2 എന്ത് കിട്ടും? 3. ഇവിടെ ഈ 2ഉം ഈ 1ഉം കൂടെ കൂട്ടുമ്പോഴും 3. നെക്സ്റ്റ് 3 + 1 4, 4 + 0 4. സോ a+b എന്ത് കിട്ടി? 3 3 4 4. ഇനി നമുക്ക് b+a നോക്കാം. b+a ആകുമ്പം ഇവിടെ ഇങ്ങോട്ട് കൂട്ടണം. സോ 2 + 1 3, 1 + 2 3, 1 + 3 4, 0 + 4 4. നോക്കിക്കേ, a+bയും b+aയും സെയിം തന്നെ കിട്ടി. അതിനർത്ഥം എന്താണ്? മെട്രിക്സ് അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇതെങ്ങനെ ജനറലായിട്ട് പറയാൻ പറ്റും? ഇഫ് എ എന്ന് പറയുന്ന മെട്രിക്സിനെ നമ്മൾ aij എന്ന് ഡിനോട്ട് ചെയ്യുന്നു, ബി എന്ന് പറയുന്ന മെട്രിക്സിനെ bij എന്ന് ഡിനോട്ട് ചെയ്യുന്നു, രണ്ടും സെയിം ഓർഡർ ആയിരിക്കണം. ഇതാണ് ഇമ്പോർട്ടൻസ്. രണ്ടും സെയിം ഓർഡർ ആയിരിക്കണം. എങ്കിൽ a+bയും b+aയും സെയിം ആയിരിക്കും. ജനറലി അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് a+b എന്ന് പറഞ്ഞാൽ aijയുടെയും bijകളുടെയും സമ്മാണ്. സോ ഇതിനെ നമുക്ക് ഒരുമിച്ച് എഴുതുമ്പം aij + bij എന്നാവും. നമുക്കിതിനെ തിരിച്ചെഴുതാം. സോ bij + aij സെപ്പറേറ്റ് ചെയ്ത് എഴുതുമ്പോൾ വീണ്ടും b+a തന്നെ കിട്ടും. സോ കമ്മ്യൂട്ടേറ്റീവ് ല മെട്രിക്സ് അഡീഷൻ്റെ കേസിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ലോയാണ് അസോസിയേറ്റീവ് ല. അസോസിയേറ്റീവ് ല എന്ന് പറയുമ്പോൾ 3 മെട്രിക്സ് എടുക്കുമ്പം അതിൻ്റെ അഡീഷൻ അസോസിയേറ്റീവ് ആയിരിക്കണം. നമുക്ക് നോക്കാം. a + b + c, a + b + cയും a + b + c, ഈ രണ്ടും ഈ b + c ആഡ് ചെയ്തിട്ട് a ആഡ് ചെയ്യുന്നതും എയും ബിയും കൂടെ ആഡ് ചെയ്തിട്ട് c ആഡ് ചെയ്യുന്നതും സെയിം ആണെങ്കിൽ അതിനെ അസോസിയേറ്റീവ് ല എന്ന് വിളിക്കും. നമുക്ക് a + b + c എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇത് a + b + c ആദ്യം കണ്ടുപിടിച്ച് നോക്കാം. a + b ആദ്യം കണ്ടുപിടിക്കാം. സോ 1 + ഏതൊക്കെയാണ്? ഇതും 1 + 2 3, 1 + 3 4, 2 + 5 7, 3 + 1 4. a + b കിട്ടി. ഇനി a + b + c, ഈ കിട്ടിയ മെട്രിക്സും ഈ മെട്രിക്സും കൂടെ ആഡ് ചെയ്ത് നോക്കാം. which is equal to 3 + 2 5, 4 + 4 8, 7 + 3 10, 4 + 10 14. അടുത്തതായിട്ട് നമുക്ക് b + c കണ്ടുപിടിച്ചിട്ട് a ആഡ് ചെയ്ത് നോക്കാം. b + c is equal to ഈ മെട്രിക്സും ഈ മെട്രിക്സും കൂടെ ആഡ് ചെയ്യാം. 2 + 2 4, 3 + 4 7, 5 + 3 8, 1 + 10 11 കിട്ടും. അതാണ് b + c. ഇനി ഇതിനൊപ്പം നമുക്ക് a ആഡ് ചെയ്ത് നോക്കാം. സോ ഇത് a + b + c കിട്ടിയല്ലോ. അതുപോലെ നമുക്കിനി a +
ബി പ്ലസ് സി കണ്ടുപിടിക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു ഇതിനൊപ്പം എ ആഡ് ചെയ്യാം. 4 + 1 5, 1 + 7 8, 2 + 8 10, 3 + 11 14. നോക്കിക്കേ, എ പ്ലസ് ബി പ്ലസ് സിയും എ പ്ലസ് ബി പ്ലസ് സിയും സെയിം ആൻസർ തന്നെ കിട്ടി. അതിനർത്ഥം എന്താണ്? മെട്രിക്സ് അഡീഷൻ അസോസിയേറ്റീവ് ആണ്. ഇതെങ്ങനെ ജനറലായിട്ട് എഴുതാം? ഫോർ എനി 3 മെട്രിസസ് എ ബി സി ഓഫ് ദ സെയിം ഓർഡർ സേ m/n എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. അത് എഴുതിയേക്കാണ്. എ ഐ ജെയും ബി ഐ ജെയും കൂടെ ആഡ് ചെയ്തിട്ട് സി ഐ ജി ആഡ് ചെയ്യുന്നു. ബ്രാക്കറ്റ് മാറ്റുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നു. സോ വീണ്ടും നമ്മൾ ബ്രാക്കറ്റ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ, നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. സോ ഐ ജെ പ്ലസ് ബി ഐ ജെ പ്ലസ് സി ഐ ജെ. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? എ ഐ ജെ പ്ലസ് ബി ഐ ജെയും ബി ഐ ജെ പ്ലസ് സി ഐ ജെയും സെയിം ആയിരിക്കണം. ആണല്ലോ. ഇവിടെ നമ്മൾ ഇങ്ങനെ ബ്രാക്കറ്റ് സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്നതിനെ ഒരുമിച്ച് എഴുതുന്നു. എ ഐ ജെ പ്ലസ് ബി ഐ ജെ പ്ലസ് സി ഐ ജെ എന്ന് എഴുതുന്നു. എന്നിട്ട് അതിനെ വീണ്ടും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നു. സോ അസോസിയേറ്റീവ് ലൈൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി. എന്താണ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു മെട്രിക്സിനൊപ്പം ഏത് മെട്രിക്സ് കൂട്ടുമ്പോഴാണ് ആ സെയിം മെട്രിക്സ് കിട്ടുന്നത്, ആ മെട്രിക്സിനാണ് നമ്മൾ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് വിളിക്കുന്നത്. ഒന്ന് നോക്കിക്കേ, നമ്പേഴ്സിൻ്റെ കേസിൽ അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഏതാ? 1 + 0 അല്ലേ 1 തന്നെ കിട്ടുന്നത്? 2 + 0 അല്ലേ 2 തന്നെ കിട്ടുന്നത്? സോ നമുക്കിവിടെ 0 മെട്രിക്സ് എടുത്ത് നോക്കാം, അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആണോ എന്ന് നോക്കാം. ഞാൻ എ എന്ന് പറയുന്ന മെട്രിക്സ് 1 2 3 4 എടുത്തു. അഡിറ്റീവ് ഐഡൻറ്റിറ്റിക്ക് വേണ്ടി ഞാൻ 0 മെട്രിക്സ് എടുക്കുന്നു, നൾ മെട്രിക്സ്. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ 0 എന്നാണല്ലോ, വിച്ച് ഈസ് ഈക്വൽ ടു 0 0 0 0 ആയിരിക്കും. സോ എ പ്ലസ് 0 എന്ത് കിട്ടും? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് 0 ആയിട്ട് ആഡ് ചെയ്യുമ്പം 1 2 3 4 എന്ന് തന്നെ കിട്ടും. തിരിച്ച് 0 + a എന്ത് കിട്ടും? അതും ഇവിടുന്ന് ഇങ്ങോട്ട് ആഡ് ചെയ്യുമ്പോഴും നമുക്ക് എന്തെന്ന് കിട്ടും? 1 2 3 4 ആ സെയിം തന്നിരിക്കുന്ന മെട്രിക്സ് തന്നെ കിട്ടും. അതായത് ഈ 0 മെട്രിക്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? മെട്രിക്സ് അഡീഷനിൽ അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആണെന്ന് വിളിക്കാം. സോ 0 മെട്രിക്സിനെയാണ് നമ്മൾ മെട്രിക്സ് അഡീഷനിൽ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് വിളിക്കുന്നത്. അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? ആ മെട്രിക്സിനൊപ്പം അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആഡ് ചെയ്യുമ്പം സെയിം മെട്രിക്സ് തന്നെ കിട്ടണം. സോ 0 മെട്രിക്സ് ആണ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി. ഇനി നാലാമത്തെ പ്രോപ്പർട്ടിയാണ് എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. അഡിറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്ക് എ എന്ന് പറയുന്നൊരു മെട്രിക്സ് ഉണ്ട്. 1 2 3 -1. അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനൊപ്പം ഏത് മെട്രിക്സ് കൂട്ടുമ്പോഴാണോ നമ്മുടെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി കിട്ടുന്നത്, ഇതിനൊപ്പം ഏത് മെട്രിക്സ് കൂട്ടുമ്പോഴാണോ നമ്മുടെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി കിട്ടുന്നത്, അതിനെയാണ് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്തുവാ? അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ 0 0 മെട്രിക്സ് അല്ലേ. സോ ഇതിനൊപ്പം ഏത് മെട്രിക്സ് കൂട്ടുമ്പോഴായിരിക്കും 0 കിട്ടുന്നത്? ഒന്നിനൊപ്പം ഏത് കൂട്ടുമ്പം 0 കിട്ടും? -1. രണ്ടിനൊപ്പം ഏത് കൂട്ടുമ്പം 0 കിട്ടും? -2. മൂന്നിനൊപ്പം ഏത് കൂട്ടുമ്പോഴാണ്? -3. -1നൊപ്പം 1 കൂട്ടണം എന്ത് കിട്ടാൻ? 0 കിട്ടാൻ. സോ ഇതെന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു മെട്രിക്സിന് നമുക്ക് എന്തെന്ന് പേര് കൊടുക്കാം? -1 -2 -3 1 എന്ന് പറഞ്ഞാൽ ഈ എ എന്ന് പറയുന്ന മെട്രിക്സിനകത്ത് ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തല്ലേ ഇത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് പുറത്തെടുക്കുമ്പം 1 2 3 -1 വിച്ച് ഈസ് ഈക്വൽ ടു -a എന്ന് കിട്ടത്തില്ലേ. അതായത് മെട്രിക്സ് അഡീഷൻ്റെ കേസിൽ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലാവുന്നോ? മെട്രിക്സ് അഡീഷൻ്റെ കേസിൽ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ നെഗറ്റീവ്. സോ -a ആണ് എയുടെ എന്തുവാ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് വിളിക്കുന്നത്. നോക്കിക്കോ, എ എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട്, -a കണ്ടുപിടിക്കണം. ആ -aനെയാണ് നമ്മൾ എയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് വിളിക്കുന്നത്. കാരണം നെഗറ്റീവ് എ ആ എക്കൊപ്പം കൂട്ടുമ്പോൾ മാത്രമേ നമുക്ക് അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആയിട്ടുള്ള 0 മെട്രിക്സ് കിട്ടത്തുള്ളൂ. സോ നെഗറ്റീവ് എനെയാണ് നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ 4 പ്രോപ്പർട്ടീസാണ് പഠിച്ചത്. കമ്മ്യൂട്ടേറ്റീവ് ല, അസോസിയേറ്റീവ് ല, എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡൻറ്റിറ്റിയും എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സും. മെട്രിക്സ് അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്നും അസോസിയേറ്റീവ് ആണെന്നും കിട്ടി. എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ 0 മെട്രിക്സ് ആണ്. അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ നെഗറ്റീവ് ആണ്. ഇനി ഈ പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് മെട്രിക്സ് സബ്ട്രാക്ഷന് കിട്ടുമോ? മെട്രിക്സ് സബ്ട്രാക്ഷൻ്റെ കേസിൽ നമുക്കൊരു മെട്രിക്സ് എടുത്ത് നോക്കാം. 1 2 3 1. ബി എന്ന് പറയുന്ന മെട്രിക്സ് വേറെ ഒരെണ്ണം എടുക്കുന്നു. 2 3 1 5. എ മൈനസ് ബി കണ്ടുപിടിക്കാം. കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നോക്കാം. മെട്രിക്സ് സബ്ട്രാക്ഷൻ 1 നിന്ന് 2 പോകുമ്പം -1, 2ൽ നിന്ന് 3 പോകുമ്പോൾ -1, 3ൽ നിന്ന് 1 പോകുമ്പം 2, 1ൽ നിന്ന് 4 പോകുമ്പം 1ൽ നിന്ന് 5 പോകുമ്പം -4. എ മൈനസ് ബി കിട്ടി. ഇനി ബി മൈനസ് എ കണ്ടുപിടിക്കുക. ബി മൈനസ് എ ആകുമ്പം 2ൽ നിന്ന് 1 പോകുമ്പം
1, 3ൽ നിന്ന് 2 പോകുമ്പം 1, 1ൽ നിന്ന് 3 പോകുമ്പം -2, 5ൽ നിന്ന് 1 പോകുമ്പം 4. സോ നോക്കിക്കേ, a മൈനസ് ബിയും ബി മൈനസ് എയും ഇവിടെ -1 കിട്ടി, ഇവിടെ 1 കിട്ടി, ഇവിടെ -1 1 2 -2 -4 4. സോ a മൈനസ് ബിയും ബി മൈനസ് എയും സെയിം അല്ല. അതുകൊണ്ട് തന്നെ സബ്ട്രാക്ഷൻ്റെ കേസിൽ മെട്രിക് സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് അല്ല, അത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. അതുപോലെ തന്നെ അസോസിയേറ്റീവും അല്ല എന്ന് കിട്ടും. ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. 3 മെട്രിക്സ് എടുത്തിട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം മെട്രിക് സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവും അല്ല. ഇനി മെട്രിക് സബ്ട്രാക്ഷനകത്ത് ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മൾ 0 മെട്രിക്സിനെയാണല്ലോ മെട്രിക്സ് അഡീഷനകത്ത് ഐഡൻറ്റിറ്റി ആയിട്ട് എടുത്തത്. ഇവിടെ അത് സബ്ട്രാക്ഷനിലും ഐഡൻറ്റിറ്റി ആണോ എന്ന് നോക്കാം. a-0 കിട്ടുമ്പം ഈ മെട്രിക്സിൽ നിന്ന് നമുക്ക് ഈ 0 മെട്രിക്സ് നമുക്ക് സബ്ട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ എന്തെന്ന് കിട്ടും? 1ന് 0 ആകുമ്പോൾ 0, 2, 3, 4 0 അല്ലേ കുറയ്ക്കുന്ന, ആ നമ്പർ തന്നെ കിട്ടും. ഇനി തിരിച്ച് 0 മെട്രിക്സിൽ നിന്നും നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് കുറയ്ക്കുമ്പോഴോ -1, -2, -3, -4. സോ ഈ മെട്രിക്സും സെയിം അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല സബ്ട്രാക്ഷനിൽ. അപ്പം ഇൻവേഴ്സിൻ്റെ കാര്യം എടുക്കുമ്പോഴോ ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻവേഴ്സിനെ പറ്റി പറയാൻ പറ്റൂ. കാരണം ആ മെട്രിക്സെ പ്ലസ് വേറൊരു മെട്രിക്സ് ചെയ്യുമ്പം അല്ലെങ്കിൽ സബ്ട്രാക്റ്റ് ഏതാണോ ആ ഒരു ഓപ്പറേഷൻ സബ്ട്രാക്ഷൻ ചെയ്യുമ്പം ഇവിടുത്തെ മെട്രിക്സ് ചെയ്യുമ്പം നമുക്ക് ഐഡൻറ്റിറ്റി കിട്ടണം. മനസ്സിലാവുന്നോ? ഒരു മെട്രിക്സെ മൈനസ് അതിൻ്റെ ഇൻവേഴ്സ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് ഐഡൻറ്റിറ്റി കിട്ടണം. പക്ഷേ സബ്ട്രാക്ഷൻ്റെ കേസിൽ ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ളൊരു കേസിൽ നമുക്ക് ഇൻവേഴ്സിനെ പറ്റി പറയാൻ പറ്റത്തില്ല. ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻവേഴ്സിനെ പറ്റി പറയാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ മെട്രിക് സബ്ട്രാക്ഷനകത്ത് സബ്ട്രാക്ഷന് ഇൻവേഴ്സും ഇല്ല. അപ്പം കമ്മ്യൂട്ടേറ്റീവുമല്ല, അസോസിയേറ്റീവുമല്ല, ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻവേഴ്സിനെ പറ്റി പറയാനും പറ്റത്തില്ല. ഇത്രയാണ് സബ്ട്രാക്ഷൻ്റെ പ്രോപ്പർട്ടീസ്. ഇനി നമുക്ക് സബ്ട്രാക്ഷൻ്റെ പ്രോപ്പർട്ടീസ് വലുതായിട്ട് അറിയണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് എ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് പഠിക്കാം. ഒരു മെട്രിക്സിനെ സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന്. എയും ബിയും 2 മെട്രിസസും കെയും എല്ലും 2 സ്കെയിലാറും ആണെങ്കിൽ ഒരു സ്കെയിലാർ കൊണ്ട് a+bനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ആ സ്കെയിലാർ കൊണ്ട് എനെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ആ സ്കെയിലാർ കൊണ്ട് ബി എന്ന് പറയുന്ന മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്താലും മതി. അതൊരു പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ k+l × a, അതായത് 2 സ്കെയിലാർ ആഡ് ചെയ്തിട്ട് എയെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഓരോ സ്കെയിലാറും കൊണ്ട് എയെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അത് രണ്ടും സെയിം തന്നെ ആയിരിക്കും. എന്തൊക്കെയാണ് 2 പ്രോപ്പർട്ടീസ്? k × a+b = ka + kb, k+l × a = ka + la. ഒരു മെട്രിക്സിന് 2 മെട്രിക്സ് ആഡ് ചെയ്തിട്ട് ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ആ സ്കെയിലാർ കൊണ്ട് രണ്ടിനെയും സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നത് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ 2 സ്കെയിലാർസ് ആഡ് ചെയ്തിട്ട് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഓരോ സ്കെയിലാർ കൊണ്ട് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ആഡ് ചെയ്താലും മതി. ഇതാണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്.